ഫേസ്ബുക്കിലൊക്കെ ഡൊമിനിക്ക് വൻ ഹിറ്റായ സ്ഥിതിക്ക് തിയേറ്ററിൽ പോയി നമ്മളിനി കാണണമെന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫേസ്ബുക്കിൽ അതുപോലെ വമ്പൻ ഹിറ്റാണ് സിനിമ. റിവ്യൂസ് ആണെങ്കിലും ഭയങ്കര റിവ്യൂ. സുഹൃത്തുക്കളെ, സംഗതി നമ്മുടെ ആള് ചെകുത്താനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെകുത്താന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഈ ചങ്ങാതി മമ്മൂട്ടി നമ്മുടെ സിദ്ദീഖിന്റെ ഒപ്പം ഇരുന്നിട്ട് ഏതൊരു സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി, ഏതൊരു സിനിമ അല്ല, രേഖാചിത്രം എന്ന് പറയുന്ന ആസിഫിയുടെ ചിത്രമാണ്. ആ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷൻ വേണ്ടിയിട്ട് നമ്മുടെ സിദ്ദീഖിന്റെ ഒപ്പം ഇരുന്നതിന് നല്ല പച്ചത്തെറി മമ്മൂട്ടിക്കെതിരെ വിളിച്ചൊരു മനുഷ്യനാണ് ഈ ചെകുത്ത എന്ന് പറയുന്നത്. ശരിക്കും പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഡൊമിനിക്. ഞാനിന്ന് കണ്ടിട്ട് അതിന്റെ 2 റിവ്യൂ ഇട്ടായിരുന്നു. വാടടുപ്പി അതോടെ കിടക്കട്ടെ. എന്തായാലും മൂന്നാമത്തെ റിവ്യൂ എന്ന രീതിയിൽ മിക്കവാറും ഇത് വരും. കാരണം എന്താണ് ഈ ചെകുത്താൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അല്പം അത്ഭുതം തോന്നിപ്പോകും. ഒപ്പം തന്നെ ഇങ്ങനെയൊക്കെയാണോ റിവ്യൂ പറയുക എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ചെകുത്താൻ പറയുന്ന ഈ കാര്യത്തിലേക്ക് ഒന്ന് കടക്കാം. അല്ല, ഇത് ഞാൻ കാണത്തില്ല. കാണാത്തതിന്റെ കാരണം അതിന്റെ കാസ്റ്റിങ്ങിലൊക്കെ ഈ സുരേഷ് ഗോപി മോനൊക്കെ പിടിച്ച് തള്ളി കയറ്റുമ്പോൾ തന്നെ അറിയാം എന്തിനാ ഇതൊക്കെ തള്ളി കയറ്റുന്നതെന്ന്. അങ്ങനത്തെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മക്കളെയൊക്കെ ഇങ്ങനെ തള്ളിക്കയറ്റാൻ പറ്റും. പറയുന്നത് സുരേഷ് ഗോപിയുടെ മോൻ ഈ സിനിമയിലുണ്ട്, ഉണ്ടെന്നേ. അത് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടവർക്ക് അറിയാൻ കേട്ടോ. കാണാത്തവർക്ക് ഒരുപക്ഷെ ഞാൻ പറയുന്ന സംഗതി വെറും തള്ളലായിട്ട് തോന്നുള്ളൂ. പക്ഷേ സുരേഷ് ഗോപിയുടെ മോൻ എന്ന് പറയുന്ന ആ മകൻ അത് ഗംഭീരമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് CBI ഡയറക്കുറിപ്പ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ അസിസ്റ്റന്റ് ആയിട്ട് സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2025 ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ അസിസ്റ്റന്റ് ആയിട്ട് സുരേഷ് ഗോപിയുടെ മകന് അഭിനയിക്കുന്നുണ്ട്. എന്തായാലും അത് രസകരമായ കോയിൻസിഡൻസ് മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ മമ്മൂട്ടിക്കൊത്ത അല്ലെങ്കിൽ ഈ ഡൊമിനിക് എന്ന് പറയുന്ന കഥാപാത്രത്തിനൊത്ത ഒരു അസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ മകൻ അഭിനയിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻസ് ഒരു അല്പസ്വല്പമൊക്കെ തെറ്റുന്നുണ്ട്. ഒപ്പം തന്നെ എനിക്ക് ആദ്യം തന്നെ പറയാറുള്ളത്, എൻ്റെ പൊന്നു ചെകുത്താൻ, സിനിമ കണ്ടതിന് ശേഷം ഒന്ന് അഭിപ്രായം പറയൂ. 150 രൂപ കളയാൻ വയ്യ എന്നൊക്കെ പറയുന്ന അത്ര അല്പത്തരമൊന്നും പറയാതിരിക്കുക. കാരണം 150 രൂപ ഒരു വലിയ തുകയായിട്ടൊന്നും സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ കരുതുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് എവിടുന്നെങ്കിലൊക്കെ കടം വാങ്ങിച്ചിട്ട് 150 രൂപക്ക് കടം വാങ്ങിച്ചിട്ട് പോവുക എന്ന് പറയുന്ന അത്രയ്ക്ക് സത്കൃത്യമൊന്നും സൽക്കർമ്മമൊന്നും ആരും ഈ ലോകത്ത് ചെയ്യുന്നില്ല. കയ്യിൽ ചെലവഴിക്കാൻ ആ പൈസ അപ്പുറത്തുണ്ടെങ്കിൽ മാത്രമായിരിക്കും അങ്ങനെ ഒരു സിനിമയ്ക്ക് നമ്മൾ പോവുകയുള്ളൂ. അല്ലാതെ വേറെ ഗ്യാപ്പ് ഒന്നും അങ്ങനെ ഒരു നല്ല സിനിമയിലാണെങ്കിൽ നടക്കത്തില്ല. ഇതത്ര പോരായ്മ അവിടെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ നിന്ന് വരുന്നവന്മാർ ഇപ്പൊ ഇന്നും നാളെയൊക്കെ പറയുന്നതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. ഏതായാലും നമുക്ക് നോക്കാം. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഈ പടം തിയേറ്ററിൽ ഉണ്ടെങ്കിൽ വേറൊരു റിവ്യൂ ഇടാം. അതുവരെ പടമൊന്നും കാണുന്നില്ല. പടം എല്ലാവരും കാണാൻ സാധ്യത കുറവാണ്. ഇങ്ങനത്തെ നമ്പർ പടങ്ങളൊന്നും ഞാൻ കാണാറില്ല. എന്താണെന്നറിയാം, ഈ നമ്പർ പടം അതെന്താണെന്ന് മനസ്സിലായില്ല. ഇമാതിരി നമ്പർന്ന് എനിക്ക് തോന്നുന്നത്, ഇവൻ ഉദ്ദേശിക്കുന്ന തോന്നുന്നത് ഒന്ന് അതിൽ മമ്മൂട്ടിയാണ്, മമ്മൂട്ടിയുടെ സുഹൃത്തായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മകനാണ്, ഒന്ന് ഗൗതം വാസുദേവമേനോനാണ്. എന്താണ് ഈ ചെങ്ങാതിക്ക് ഗൗതം വാസുദേവനോട് ഇത്ര ദേഷ്യമൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും നമ്പർ പടം ചിലപ്പോൾ ഇവൻ തന്നെ വിശദീകരിക്കുന്നുണ്ടായിരിക്കും. ഒന്ന് കേട്ടു നോക്കാം. പിന്നെ തമിഴിൽ നിന്ന് ഹിന്ദി നോക്കി ഇപ്പൊ കുറച്ച് ഡയറക്ടർമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ തിയേറ്ററിൽ വന്ന് ഡയറക്ടർ നിരങ്ങുക, പിന്നെ ഷോപ്പിംഗ് മോളുകളിൽ നടനും ക്രൂ മൊത്തം നിരങ്ങുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ എന്തോ ഒരു വശപ്പശവ് പോലെ തോന്നാറുണ്ട് ഇപ്പോൾ. എന്തായാലും അതിൽ ഇവന് തെറ്റിപ്പോയി. കാരണം ഡൊമിനിക് എന്ന് പറയുന്ന ഈ സിനിമയിൽ ഈ പറയുന്ന പോലെ എല്ലായിടത്തും വന്നിട്ട്, എല്ലാ ഷോപ്പിംഗ് മോളും വന്നിട്ട് ഈ നടന്മാരും സംവിധായകരൊക്കെ നിരങ്ങുക എന്ന് പറയുന്ന പരിപാടി ഈ ഡൊമിനിക്കിന് ഉണ്ടായിട്ടില്ല. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയോ, ഈ ഡൊമിനിക്കിന്റെ പ്രൊമോഷനുമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു ഭാഗത്തേക്കും വന്നിട്ടില്ല, മനസ്സിലാക്കണം. ആകെ വന്നിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഗൗതം വാസുദേവ മേനോനാണ്. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കൂടി ഈ 1-2 ഇന്റർവ്യൂസിൽ പങ്കെടുക്കുന്നുണ്ടോ. അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രൊമോഷനും ഇല്ലായിരുന്നു. ആ പ്രൊമോഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ആരാധകർക്കല്ല, മമ്മൂട്ടിയുടെ മാത്രം ആരാധകർ എന്ന് പറയുന്ന ആ ഒരു ഫാൻസോളികൾക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ വിളിക്കുന്നത് എനിക്ക് ആരാധക വൃന്ദങ്ങളെ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും വിട്ടേക്കാം. അവർക്കൊക്കെ വലിയ വിഷമം ഉണ്ടായിരുന്നു, ഒരു സംശയമില്ല. പക്ഷേ ആ വിഷമത്തിനൊക്കെ മമ്മൂട്ടി കൊടുത്തൊരു ഉത്തരം, ഇപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു, കഴിഞ്ഞ വീഡിയോ എൻ്റെ അതായിരുന്നു. മമ്മൂട്ടി കൊടുത്ത ഉത്തരം, ഇതിനങ്ങനെ ഒരു തള്ളിച്ചെരിയും വേണ്ട, പടം കയറി കൊളുത്തിക്കൊള്ളുന്നതാണ്. ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് പടം ഇറക്കുന്നത്. ഒരു പ്രൊമോ ഇല്ലാതെ, ഒരു സംശയമില്ലാതെ ആളുകൾ അത് കാണുന്നുണ്ട്. ഇതാ 200 തിയേറ്റർ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ, അതിപ്പോൾ 224 തിയേറ്ററിലേക്ക് നാളെ മാറാൻ പോവുകയാണ്. സോ ഇറ്റ്സ് ഗ്രേറ്റ്.
അറിയത്തില്ല. ഇപ്പൊ പ്രാമുഖത്തിന്റെ ടീമിനെ ഒന്നും എനിക്കറിയത്തില്ല. ആട്ടത്തിന്റെ ആൾക്കാരൊന്നും നമ്മൾ ആരും ഇവിടുത്തെ നിരങ്ങുന്നത് കണ്ടില്ല. പിന്നെ അങ്ങനെ വിജയിച്ച പടങ്ങളുടെ ഒന്നും ആൾക്കാർ ഇപ്പൊ റൈസ് ക്ലബ് ഇറങ്ങിയപ്പോ ആഷിക പൂണ്ടി ഇങ്ങനെ നിരങ്ങുന്നത് കണ്ടില്ല. മാർക്കോട് ആൾക്കാരും അത്രയ്ക്ക് നമ്മൾ നിരങ്ങുന്നത് കണ്ടില്ല. എന്തായാലും ഡൊമിനിക്കിന്റെ ആൾക്കാരും അത്രയ്ക്കല്ല, ഒട്ടും നിരങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡൊമിനിക്കും നിന്റെ തേര് വെച്ച് നോക്കുകയാണെങ്കിൽ വിജയിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോ അതൊക്കെ? ഇതങ്ങനല്ല. ഇവിടെ നിരക്കം തുടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് ഭയങ്കരമായ റിപ്പോർട്ടുകളാണ് ഈ PR പാർട്ടികൾ ഇരുന്ന് എഴുതി കൂട്ടുന്നതും പത്രങ്ങളിലും ഒക്കെ വന്നു തുടങ്ങി. റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, മലയാള എല്ലാവരും പിന്നെ സത്യം പറയുന്ന ആൾക്കാരാണ്. ഭയങ്കര സത്യസന്ധമായ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് വളരെ കൃത്യമായ റിവ്യൂ ആണ്. എല്ലാവരും അങ്ങോട്ട് കയറി ഒന്ന് കണ്ടു നോക്കണം. ഏതായാലും ഈ പ്രാവശ്യം ഈ ബോംബ് എന്താണെന്നറിയാം. ഈ ബോംബ് പൊട്ടുന്നുണ്ടോ, ഈ ബോംബ് പൊട്ടിയോ, സൂപ്പർ ബോംബാന്ന് പറയാം, ഇല്ലെ മോശം ബോംബാന്ന് പറയാം, എന്ത് വേണേലായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞതല്ല. ഇതിപ്പോ 2 ദിവസം കഴിയണം. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തിയേറ്ററിൽ പടം ഉണ്ടെങ്കിൽ പോയി കണ്ടാൽ പോരെ. എതിരെ ധൃതി വെക്കുന്ന ആൾക്കാരെ കൂടെ ഇങ്ങനെയുള്ള സിനിമയ്ക്ക് വരുമ്പോ. എന്തായാലും 3-4 ദിവസം കഴിഞ്ഞാൽ പടം തിയേറ്ററിൽ ഉണ്ടായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ചെകുത്താനെ, നിങ്ങളോട് പേഴ്സണലി എനിക്ക് ദേഷ്യമൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു പടം കാണാതെയുള്ള ആ പടത്തിനൊരു ഡീഗ്രേഡിങ് അതെനിക്ക് ഇഷ്ടമായില്ല. പടം കണ്ടിട്ടാണ് ഇമാതിരി വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശരിയാണ്, നിങ്ങൾക്കത് ഇഷ്ടമായില്ല. വളരെ നല്ല അഭിപ്രായമാണ്, അതിനങ്ങനെ തന്നെ എടുക്കുക. പക്ഷേ പടം കാണുന്നില്ല. ഇത്തരം പടങ്ങളൊന്നും വിജയിക്കില്ല, ഇത്തരം പടങ്ങളൊന്നും ശരിയാവില്ല, ഇത്തരം പടങ്ങളൊക്കെ എന്തിനാണ്, പുറമേ നിന്ന് കുറേ സംവിധായകരൊക്കെ വരുന്നുണ്ട്, സ്വന്തം സുഹൃത്തുക്കളെ മക്കളൊക്കെ കുത്തിക്കയറ്റിയാണ്. ഈ അഭിപ്രായങ്ങളെ വളരെ വില കുറഞ്ഞ അഭിപ്രായങ്ങളായിട്ട് എടുക്കാൻ കഴിയുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് പടങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇതിൽ മമ്മൂട്ടി സുരേഷ് ഗോപിയുടെ മകനെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഒരു ആവശ്യമില്ലായിരുന്നു, എന്തിനാണ് ആ ചെങ്ങായിനൊക്കെ, വേറെ അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ വിളിച്ചാൽ പോരെ എന്ന അഭിപ്രായം പറയുകയാണെങ്കിൽ അതൊരല്പം സത്യസന്ധത ഉണ്ടായിരുന്നു, ഒരല്പം ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നിങ്ങളെ തന്നെ ക്രെഡിബിലിറ്റി തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചെകുത്താൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാൻസ് ഉണ്ടാവും ഇതൊക്കെ തള്ളിക്കൊണ്ട് നടക്കാൻ. അതുകൊണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പുറം വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യമായ അന്വേഷണം നടത്തിയിട്ട് കാണുന്നതായിരിക്കും അതിന്റെ ഒരു രസം. അല്ലെങ്കിൽ ചിലപ്പോ ഉണ്ടല്ലോ, വെറുതെ സമയം കളയാം, മെനക്കെടാം. പിന്നെ നല്ല ചൂടൊക്കെയാ, തിയേറ്ററിൽ കയറിയിരിക്കാൻ തണുപ്പം കിട്ടുമായിരിക്കും. എന്താണേലും പടം കാണുന്നില്ല, തൽക്കാലം അത് കാണുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചതാ. അത് കാണാതിരിക്കുന്നതിന്റെ കാരണം ഇതൊക്കെയാണ്. അപ്പൊ ശരി, നന്ദിയുണ്ടേ. പിന്നെ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഈ കാണുന്നവരൊക്കെ ചോദിക്കും വീഡിയോ ഇടാറില്ലേ, വീഡിയോ കാണാറില്ല. അതിന് കാരണം എന്താ വെച്ചാല്, പല പേജിലും യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നത്. കുറച്ച് ദിവസം ചിലപ്പോൾ ഞാനിടും, പിന്നെ വേറെ ചാനലും, അങ്ങനെയൊക്കെ. അത് ഈ പറഞ്ഞ പോലെ എന്റെ ചാനൽ ഒരുമാതിരി പോയ ചാനലൊക്കെ, അതുകൊണ്ട് പലയിടത്തൊക്കെ ഇടും. പോട്ട് അത് അവന്റെ, എന്തായാലും അവന്റെ അഭിപ്രായ പ്രകാരം അവൻ കാണുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഇതൊന്നും കാണാനില്ല, അത് താല്പര്യം അദ്ദേഹത്തിനില്ല, താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, എൻ്റെ പൊന്നു ചെകുത്താനെ, നിങ്ങൾ ആ പടം ഒന്ന് കാണും. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിന് പുറത്തെങ്കിൽ നിങ്ങൾ ആ പടം കാണും. ഇനിയിപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ചെലവഴിക്കുന്ന തുക അത് നഷ്ടമായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചാനലിൻ്റെ ഇതിന് താഴത്തെ എൻ്റെ നമ്പറൊക്കെ ഉണ്ട്, അതിലേക്ക് വിളിച്ച് പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. ഒന്ന് കണ്ടു നോക്കുന്നേ. ബൈ.